അടുത്ത കണ്ടസ്റ്റന്റ് നമ്മുടെ ഈ ഒരു 15 പേരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മുടെ കുഞ്ഞി മോളാണ്. ലെറ്റ്സ് വെൽക്കം നർമ്മദ. നർമ്മദ കുട്ടി ഇന്ന് ഇല്ല, ഞാൻ ആലോചിക്കുകയാണ്, ഇതിപ്പം ഓരോ സീസണിലെയും ആള് പാടിയ ബെസ്റ്റ് സോങ്ങിൽ എടുക്കണ്ടേ. ഈ നർമ്മദ എത്ര പാട്ട് പാടി, എല്ലാം ബെസ്റ്റ് ആയിരുന്നു. അപ്പൊ എങ്ങനെ സെലക്ട് ചെയ്തു ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഓക്കെ, വൺ ഓഫ് ദ ബെസ്റ്റ്. എന്തായാലും മോൾക്ക് ഇഷ്ടമാണോ ഈ പാട്ട്? നന്നായിട്ട് പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ നർമ്മദ കുട്ടിക്ക് നല്ലൊരു കൈയടി കൊടുത്ത് എല്ലാവരും അടിച്ചു പൊളിക്കാം.
നർമ്മദ കുട്ടി നന്നായിട്ട് പാടി. എന്താ പറയാ, എന്തോ ഒരു വല്ലാത്തൊരു എലമെന്റ് സൗണ്ടില്, മോളുടെ വോയിസില് പാട്ടിലുണ്ട്. ശരിക്കും അത് അറിയാൻ നമ്മളെല്ലാവരും ആ ഒരു വേൾഡിലേക്ക് പോയി. നന്നായിട്ട് പാടി. എന്തായാലും നമുക്ക് കമന്റ്സ് അറിയാം. ഓക്കെ, ആദ്യമായി രഹനത്ത. ഒരുപാട് സന്തോഷം തോന്നി. കാരണം പല്ലവി അങ്ങ് കഴിഞ്ഞ അനുപല്ലവി ചരണം അനുചരണത്തിലൊക്കെ വരുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊരു അസാധ്യ ഫീല് തന്നെയാണ്. അത് ആ വോയിസിൽ മോള് കൊടുക്കണത് അതൊക്കെ മോളെ ജന്മസിദ്ധാണ്. അത് കിട്ടിയിട്ടുണ്ട്. കേട്ടോ. ഇനിയിപ്പം 8-ന്ന് 9 ആയി അല്ലേ? ഇപ്പൊ റിസൾട്ട് വന്നു. ആ ഒരു ഇതില് കിടക്കുന്നേ ഉള്ളൂ. പിന്നെ ആ ഹൈന്റെ ഒരു മാത്രം, അതൊക്കെ ഈ വോയിസും ഈ ഒരു ഏജിന്റേത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ബാക്കിയൊക്കെ ഒത്തിരി എന്താ പറയാ സംഗതികൾ വരാൻ പ്രയാസമില്ല. ഫീല് ജന്മനാ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നല്ലോണം അങ്ങ് പ്രാക്ടീസ് ചെയ്ത് മനസ്സിരുത്തി പ്രാർത്ഥിച്ചൊക്കെ നല്ലൊരു സിംഗറാവും കേട്ടോ. നല്ലൊരു പാട്ട് നന്നായിട്ട് പാടി. പിന്നെ ആ ഒരു ടെൻഡൻസി ഇല്ലേ അത് അങ്ങനെ വന്നിട്ടൊന്നുമില്ല മൂക്കിട്ടോ. അപ്പൊ വരുന്നേ ഇല്ല. പക്ഷെ അത് നമുക്ക് പാടേ അങ്ങോട്ട് ഉപേക്ഷിക്കാം. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ സസ്റ്റെയിൻ ചിലതൊക്കെ ഇങ്ങനെ കുറച്ച് കൊടുത്താൽ ഒന്നും കൂടി ഒരു ഭംഗിയായിരുന്നു എന്നൊക്കെ ഒന്ന് തോന്നൂലേ? അത്രേ ഉള്ളൂ കേട്ടോ. നന്നായിട്ടാണ് പാടി. അന്യായ ഫീൽ. എനിക്ക് വേണം ഈ പാട്ട് എത്ര പ്രാവശ്യം വേണമെങ്കിൽ കേട്ടിരിക്കാം. അത്രയും സുഖമുണ്ടായിരുന്നു. അത് നർമ്മദയുടെ സിംഗിങ്, ഓർക്കസ്ട്രേഷൻ എല്ലാം കൊണ്ടും ഭയങ്കര സുഖമായിരുന്നു അത് കേട്ടിരിക്കാൻ. ഇങ്ങനെ വേറൊരു ലോകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കഴിഞ്ഞ സീസണിലുണ്ടായ ആ ഒരു സസ്റ്റെയിൻഡ് ഒരു ഇഷ്യൂ, നമ്മൾ ഇറക്കുന്ന ഒരു പ്രശ്നം, അത് ഈ സീസണിൽ നമുക്കൊന്ന് മാക്സിമം ഒഴിവാക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഞാൻ ഇവിടെ നർമ്മദ എന്ന് പേര് എഴുതിയെന്നല്ലാതെ ഞാൻ വേറെ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ ഇങ്ങനെ ചാരി ഇരുന്ന് ഇതിങ്ങനെ ഫുൾ എൻജോയ് ചെയ്യാൻ. വെരി ഗുഡ്. അന്ന് നമ്മുടെ സീസണിന് വേണ്ടി പഠിച്ചു പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ഇപ്പൊ അതൊക്കെ മാറി. മുമ്പ് പാടിയ ഒരു പാട്ട് എന്നുള്ള രൂപത്തില്, അല്ലെങ്കിൽ നർമ്മദ വളരെ സീരിയസ് ആ പാടുമ്പോ, വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഒരു ടെൻഷനോടൊക്കെ വേണമാണ് പാടുക. നർമ്മദ പൊങ്ങി അങ്ങ് മുകളിലെത്തി അല്ലേ? ഇടുക്കി. ഇവരൊക്കെ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് കേട്ടാ. ചിലപ്പോൾ പൊങ്ങിയാലും കുഴപ്പമില്ല. നന്നായിട്ട് തന്നെ പാടി. നല്ല കോമ്പോസിഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ കോമ്പോസിഷന് വേണ്ട എല്ലാ ഫീലും അതും ഈ ഒരു ഏജിൽ അത് മനസ്സിലാക്കി അത് പാടി. വളരെ സന്തോഷമുണ്ട്. ഇവരെല്ലാരും പറഞ്ഞ പോലെ തന്നെ അങ്ങനെ തന്നെ കീപ് ഫോക്കസിങ്, അങ്ങനെ തന്നെ പോട്ടെ, തെറ്റാതെ നല്ല ഒരു പാത്തിലൂടെ തന്നെ നല്ലൊരു ഗൈഡോടുകൂടി നല്ലൊരു ഗുരുവിന്റെ അടുത്ത് തന്നെ പഠിച്ച് മുമ്പോട്ട് പോവുക. ഇങ്ങനെ പോയാൽ ഡെഫിനറ്റ്ലി കുറച്ച് വർഷം കഴിയുമ്പോൾ ഒരു നല്ലൊരു സിംഗറിനെ നമുക്ക് മലയാളത്തിൽ കിട്ടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു ചേട്ടാ. അപ്പം നർമ്മദ കുട്ടി, നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എന്താ പറഞ്ഞേ? ഇതോ ഇങ്ങനെ വിഴുങ്ങി പോകുന്നുണ്ടല്ലേ? അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. മാർക്സ് പറയട്ടെ. ഷാൻ സർ. മാർക്സ് 26.5. 26.5 on 30. Thank you, Shan sir. Renata. 26.5. Gain 26.5. Thank you, Renata. Faisal Mashe. 26.5. 26.5. Any out of 10 with Cheta? 8.5. 8.5. നല്ല മാർക്സ് തന്നെയാണ്. എല്ലാ ജഡ്ജസും നല്ല മാർക്സ് തന്നു. അപ്പൊ നമ്മൾ എന്താ വേണ്ടേ? ഇനിയും ഇതേപോലെ തന്നെ നമ്മളൊക്കെ ഞെട്ടിപ്പിക്കുക, നമ്മളൊക്കെ എന്റർടൈൻ ചെയ്യിക്കുക. കീപ് പ്രാക്ടീസിങ്. താങ്ക് യു. സീസൺ 2 ഒരു കുട്ടിയോടാണ് ചോദിക്കുന്നത്. സീസൺ 2 ഹർഷയോടാണ്. സീസൺ 2 ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ സാന്നിധ്യമാണ്. നമ്മുടെ അസദിന്റെ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൊച്ചുകുട്ടിയാണല്ലോ അല്ലെ? അപ്പൊ അസദ് ഒരുപാട് പാട്ട് ഇവിടെ പാടി. അസദ് തിരഞ്ഞെടുക്കുന്ന പാട്ടുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അസദ് ഇവിടെ പാടിയ ഒരു പാട്ടിന്റെ ഒരു പല്ലവി പാടിത്തരണം. കണ്ണിനുള്ളിൽ നൂറ് തെളിച്ചവനേ മണ്ണും പെണ്ണും തീർത്തകിലാഹോനേ യാജല്ല നെഞ്ചിനുള്ളിൽ നൂറ് ചൊരിഞ്ഞു നീയാണല്ല അഞ്ചുമാറിലെ ദീന ചമയത്ത് തന്നവനല്ല നിന്നവർ കേട്ടിടാതെ ഞാനും നീങ്ങി നിന്നവർ കേട്ടിടാതെ ഞാനും നീങ്ങി ഇബ്ലീസിൻ കെണിയിൽ പെട്ടൻ കൽവാകെ കുൽവായി മാറുന്നു പിന്നെ കണ്ണിനുള്ളിൽ നൂറ് തെളിച്ചവനേ യാ അല്ലാഹ്
ഇതിന് വേറൊരു കാര്യമുണ്ട്. ആ ഒരു ഹർഷ ആ ലോ ബേസ് പോയപ്പോ ടോൺ വേറൊരു ടോൺ. ഭയങ്കര സുഖമുള്ള ടോൺ. അല്ല അതിന്റെ വേറെ കാര്യമുണ്ട്. ഈ ഇവിടെ ചില ആളുകളൊക്കെ പലപ്പോഴും പല സീസണിലും ഞാൻ കണ്ടത് ഈ കോറസ് ചെയ്യാൻ വലിയ മടിയാ. അത് നമ്മുടെ ഒരു പണിയല്ല. അങ്ങനെയുണ്ട്. അത് വേറെ പാടിക്കോട്ടെ എന്നുള്ളത്. അപ്പൊ അന്ന് അങ്ങനെ തയ്യാറായി പാടിയത് കൊണ്ടാണ് ഹർഷയ്ക്ക് ഗുണം കിട്ടിയത്. അല്ലെങ്കിൽ ഇത് ബൈഹാർട്ട് പോയി. ഞങ്ങളൊന്നും അസദിന്റെ പാട്ടിൽ ഈ പാട്ട് അത്ര ഓർക്കുന്നില്ല. പക്ഷെ മോളത് പാടിയതുകൊണ്ടാണ് മോൾക്ക് അത് ഓർക്കാൻ കഴിയുന്നത്. ഏതായാലും ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കട്ടെ. അസദ് പാടിയ രമേശ് നാരായണൻ സാറ് പാടിയ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ. രമേശ് നാരായണൻജി പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു. ഹർഷ ഒഴിച്ചിട്ട് വേറെ ആർക്കെങ്കിലും പാടാൻ പറ്റുമോ? ഓ സന്തോഷം. ഈ ജീവിതം ധന്യമായി. പ്രതീക്ഷിക്കേണ്ട ഫൈസൽ മാഷെ. പെട്ടെന്ന് വായിക്കൊടുത്തു അല്ലെ മറന്നു പോകും. ഒരു രണ്ടുപേരി ബുദ്ധിമുട്ടില്ല. തിരുദൂതരെന്നറിയുള്ളൂ. വഷളമാക്കി ഒരു മാറ്റമില്ല. തിരുദൂതരേ എൻ മഹമൂദരേ നരതാര പുകൾ പാടുവേ. ഒരു കാര്യമുണ്ട്. ആ സീസൺ അല്ലാതെ അത്രയും വരി ഓർത്തല്ലോ. ആ, ആ മുർഷിദിനൊരു താല്പര്യമുണ്ട്. അതെ ഞാൻ പറഞ്ഞത്. തിരുദൂതരേ എൻ മഹമൂദരേ ഒരു ജ്ഞാന പുകൾ പാടുവേ. തിരുദൂതരേ എൻ മഹമൂദരേ ഒരു ജ്ഞാന പുകൾ പാടുവേ. പുകൾ പാടുവേ പുകൾ പാടുവേ. ഒരു ആനിൻ വെളിച്ചം കരളിൽ പൊഴിച്ചു മനുഷ്യകുലത്തെ ഉണർത്തി നയിച്ച തിരുദൂതരേ എൻ മഹമൂദരേ ഒരു ജ്ഞാന പുകൾ പാടുവേ. ഒരു ജ്ഞാന പുകൾ പാടുവേ. എന്റെ കയ്യിലുള്ളത് 5 മാർക്കാണ്. ഇപ്പൊ നിങ്ങൾ 3 പേരോട് പാടി ചെയ്തു. ഞാനൊരു 3.5 ഹർഷക്ക് കൊടുക്കുന്നു. 0.5 നികേഷന്. 0.5 കിട്ടിയല്ലോ. 1 മാർക്ക് മുർഷിദിനും. ഓക്കെ. ഒന്നാം സമ്മാനം 10 ലക്ഷം രൂപ നൽകുന്നത് ഷിഫ അൽ ജസീറ.